പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തുകയായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെതിരെ ദീർഘകാല യുദ്ധത്തിന് ഇന്ത്യ പൂർണ്ണസജ്ജമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സ്വമേധയാ നിർത്തിവെക്കുകയായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയ്ക്കെതിരെ സൈനിക നടപടി ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് നിർത്തിവെച്ചതെന്നും ആവശ്യമെങ്കിൽ രാജ്യം ഒരു നീണ്ട യുദ്ധത്തിന് പൂർണ്ണമായി തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. ANI ദേശീയ സുരക്ഷാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കഴിവുകൾ കുറഞ്ഞതുകൊണ്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്. നമ്മുടെ സ്വന്തം വ്യവസ്ഥകൾ പ്രകാരം സ്വമേധയാ നിർത്തിവെക്കുകയായിരുന്നു. ആവശ്യമെങ്കിൽ ദീർഘനാൾ യുദ്ധം ചെയ്യാൻ ഇന്ത്യ പൂർണ്ണ സജ്ജരായിരുന്നു. പെട്ടെന്നുള്ള ആവശ്യങ്ങളിൽ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ശേഷിയുമുണ്ട്. മുൻപത്തേക്കാൾ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ത്യയുടെ സൈനിക ശക്തി സംയുക്തവും സംയോജിതവും ആഗോളവുമായ ശക്തിയായി ഉയർന്നു വന്നിരിക്കുന്നു. കരസേനയും നാവികസേനയും വ്യോമസേനയും ഒരുമിച്ചൊരു പദ്ധതി പ്രകാരം പ്രവർത്തിച്ച് ഇത് തെളിയിച്ചു. സമാധാന കാലത്ത് ആവശ്യങ്ങൾക്ക് മാത്രമല്ല യുദ്ധകാല ആവശ്യങ്ങൾക്കും നമ്മുടെ സൈനിക വ്യാവസായിക സമുച്ചയം തയ്യാറാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആണവാക്രമ ഭീഷണി പോലുണ്ടായെങ്കിലും ഇന്ത്യ അതിൽ വീണില്ല. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ നിരന്തരം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് നാം കണ്ടു. ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേ സമയമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇത് ഇന്ത്യ വിവരസാങ്കേതിക വിദ്യയിൽ ലോക പ്രശസ്തിയിൽ നിൽക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ അന്താരാഷ്ട്ര തീവ്രവാദത്തിന്റെ ഉറവിടമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.